ഫെബ്രുവരി 4-ന് ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് ഇറക്കപ്പെട്ട വീഡിയോയിൽ അലോപ്പതി മരുന്നുകളുടെ ഉപയോഗമാണ് ക്യാൻസറിന് കാരണമെന്ന് സാറ് പ്രസ്താവിക്കുകയുണ്ടായി. എന്നാൽ രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും പ്ലാസ്റ്റിക് പാത്രങ്ങളുടെയും ഉപയോഗം മൂലം ക്യാൻസർ ഉണ്ടാകുന്നു എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള വസ്തുതയാണ്. ജനങ്ങളും അത് അംഗീകരിക്കുന്നു. ഇതിനെ പറ്റിയുള്ള സാറിൻ്റെ അഭിപ്രായം എന്താണ്? വളരെ നല്ല ചോദ്യമാണിത്. പൊതുവെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് കീടനാശിനിയും രാസവളങ്ങളും അതുപോലെ പ്ലാസ്റ്റിക്കിന്റെ അമിതമായ ഉപയോഗങ്ങളും പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ആഹാരം കഴിക്കുന്നതും പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ വരുന്ന പാക്കിംഗ് പ്രൊഡക്റ്റുകളൊക്കെ തന്നെ അത് ക്യാൻസറുകൾക്ക് കാരണമാകുന്നു എന്ന് വിശ്വസിക്കുന്നവർ ഒരുപാടുണ്ട്. സത്യത്തിൽ ഒരു മനുഷ്യൻ എപ്പോഴാണ് ആഹാരം കഴിക്കുന്നത്? ഒരു മനുഷ്യൻ എപ്പോഴാണ് മരുന്ന് കഴിക്കുന്നത്? ആ വീഡിയോയിൽ അലോപ്പതി മരുന്നുകളുടെ അമിതമായ ഉപയോഗം കൊണ്ടാണ് ക്യാൻസർ ഉണ്ടാകുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാം, നല്ല ആരോഗ്യവും സന്തോഷവുമുള്ള വേളകളിൽ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ രോഗങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അലോപ്പതി മരുന്നുകൾ എന്ന് പറയുന്ന വിഷക്കൂട്ടുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നാം ഓരോരുത്തരും അല്പം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പ്രതിരോധ ശേഷി, ആരോഗ്യം അല്ലെങ്കിൽ രോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവ് രോഗിയായിരിക്കുമ്പോഴായിരിക്കുമോ അല്ലെങ്കിൽ സാധാരണ അവസ്ഥയിലായിരിക്കുമോ? രണ്ടാമത്, കീടനാശിനി ആയാലും രാസവളങ്ങളായാലും പ്ലാസ്റ്റിക്കിന്റെ അമിതമായ ഉപയോഗമായാലും ഈ എല്ലാ ഉപയോഗങ്ങളും അതുണ്ടാക്കുന്ന അപകടങ്ങൾ അത് അല്പമാണ്. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ശരീരം ബലഹീനമായിരിക്കുമ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഓരോ ഇംഗ്ലീഷ് മരുന്നും രാസവളങ്ങളെക്കാൾ കീടനാശിനിയേക്കാൾ കൂടുതൽ മാരകമായ മറ്റൊരു വിഷമായി മാറുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, എല്ലാ അലോപ്പതി മരുന്നുകളും താൽക്കാലികമായ ആശ്വാസം നൽകാൻ വേണ്ടി ശരീരത്തിൽ നിന്നും പുറത്തേക്ക് ഒഴിവാക്കപ്പെടുന്ന വിസർജ്യങ്ങളെ തടഞ്ഞു വെക്കുകയും ആ തടഞ്ഞു വെച്ച വിസർജ്യങ്ങൾ പിന്നീട് അത് ഒന്നുകൂടുകയും അത് അക്യുമുലേറ്റ് ചെയ്യപ്പെടുകയും പിന്നെ ഈ അക്യുമുലേഷൻ ദീർഘകാലം നിലനിൽക്കുമ്പോൾ അത് രൂപാന്തരപ്പെട്ട് കൂടുതൽ മാരകമായ രോഗങ്ങളായി മാറുകയും ചെയ്യുന്നു. മനുഷ്യന്റെ ശരീരത്തിലുള്ള ഈ വിസർജ്യങ്ങൾ അത് എപ്പോഴും ശരീരം പുറത്തേക്ക് ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനെ ഒഴിവാക്കുന്ന പ്രക്രിയ തടഞ്ഞു വെച്ചുകൊണ്ടാണ് താൽക്കാലിക ആശ്വാസം ലഭിക്കാൻ അലോപ്പതി മരുന്നുകളുടെ ഉപയോഗം ഇന്ന് വളരെ വർദ്ധിച്ചിരിക്കുന്നത്. ഇവിടെയാണ് അലോപ്പതി മരുന്നുകളാണ് യഥാർത്ഥ വില്ലൻ. എന്നാൽ വില്ലനെ സംരക്ഷിക്കാൻ വേണ്ടി പുതിയ കഥകൾ മെനയുകയാണ്. അതെ, കീടനാശിനി ഉപയോഗങ്ങൾ ഗുണകരമെന്ന് എനിക്ക് അഭിപ്രായമില്ല. രാസവളങ്ങൾ നല്ലതാണെന്ന് എനിക്ക് അഭിപ്രായമേ ഇല്ല. എന്നാൽ അതുണ്ടാക്കുന്ന ദൂഷ്യങ്ങൾ മനുഷ്യന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിനേക്കാളേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കുന്ന ഈ രാസ മരുന്നുകൾക്കുണ്ട് എന്നുള്ള കാര്യം നാം തിരിച്ചറിയാതെ പോകുന്നു. ഇവിടെയാണ് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കീടനാശിനിക്കുള്ള ആഹാരം കഴിച്ചാലും പ്ലാസ്റ്റിക്കിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ അക്യുപങ്ചർ പോലെയുള്ള സുരക്ഷിതമായ ചികിത്സകൾ സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെ അത് കൂടുതൽ മാരകമായ രോഗങ്ങളായി മാറുന്നില്ല. എന്നാൽ മരുന്നുകളുടെ ഉപയോഗം അങ്ങനെയല്ല. പല മരുന്നുകളും വർഷങ്ങളായി ഉപയോഗിക്കുന്നു. വിശപ്പില്ലാതെ ആഹാരം കഴിക്കാൻ വേണ്ടി, ദഹനം സുഗമാക്കാൻ, വയറിന്റെ വേദന അസ്വസ്ഥതകൾ മാറ്റാൻ ഗ്യാസിന്റെ ഗുളികകൾ ഒരുപാട് കഴിക്കുന്നു. ഈ ഗ്യാസിന്റെ ഗുളികകൾ ഉപയോഗത്തിലൂടെ പിന്നീട് ക്യാൻസർ വരുമ്പോൾ റാനിട്രോഡിൻ പോലെയുള്ള മരുന്നുകൾ നിരോധിക്കപ്പെടുമ്പോൾ ക്യാൻസറിന് കാരണമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ സത്യത്തിൽ നാം തിരിച്ചറിയേണ്ടതുണ്ട്, രാസവളങ്ങളെക്കാൾ കീടനാശിനിയേക്കാൾ മറ്റ് പ്ലാസ്റ്റിക് ഉപയോഗങ്ങളെക്കാൾ ഏറ്റവും അധികം ക്യാൻസറിന് കാരണം അലോപ്പതി മരുന്നുകൾ തന്നെയാണ്. അതുപോലെ തന്നെ അലോപ്പതി മരുന്ന് ഒട്ടും ഉപയോഗിക്കാത്ത അക്യുപഞ്ചർ ചികിത്സകർ, അക്യുപഞ്ചറിസ്റ്റുകളെ നിങ്ങൾ നിരീക്ഷിക്കൂ. അവരുടെ ചികിത്സയിൽ മാത്രം ജീവിക്കുന്ന രോഗികളെ നിരീക്ഷിക്കൂ, മനുഷ്യരെ നിരീക്ഷിക്കൂ. അവർക്ക് ക്യാൻസർ ഒന്നും കാണാൻ കഴിയില്ല. കാരണം അവരാരും അലോപ്പതി മരുന്ന് ഉപയോഗിക്കുന്നില്ല എന്നുള്ള വസ്തുതയും, എന്നാൽ നിലവിലുള്ള രാസവളങ്ങളും കീടനാശിനിയും ഉപയോഗിച്ചുള്ള ആഹാരങ്ങൾ ആർക്കും ഒഴിവാക്കാൻ കഴിയാത്ത വിധം അതിന്റെ ഉപയോഗം അത്രയധികം വർദ്ധിച്ച ഈ കാലത്ത്
അത് ഉപയോഗിക്കുന്നവരാണ് എല്ലാവരും തന്നെ. എന്നാൽ അലോപ്പതി മരുന്ന് പരിപൂർണമായി ഒഴിവാക്കിയ ഒരു ജീവിതശീലമുള്ള ഒരു വ്യക്തിക്ക് ക്യാൻസർ എന്ന രോഗമില്ലാതെ ആരോഗ്യത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയുന്നുള്ള സന്തോഷം നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളും അക്യുപഞ്ചർ പഠിക്കുക. നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് രാസ മരുന്നുകളും രാസ വിഷക്കൂട്ടുകളിൽ നിന്നും മാറി സുരക്ഷിതമായ അക്യുപഞ്ചർ ചികിത്സകൾ ഉപയോഗപ്പെടുത്തൂ. ഇതിനെ പഠിക്കൂ, ഇതിനെ പ്രചരിപ്പിക്കൂ. ജനങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു നാളേക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. താങ്ക് യു.